സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ എന്നും സിനിമാ കഥയെ വെല്ലുന്നതാണ്. മാറി മാറി രാഷ്ട്രീയ അടവുകൾ പയറ്റിയാണ് സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും മുന്നോട്ടു പോകുന്നത്. TDP നേതാവും മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു ഇപ്പോൾ BJPയുമായി സഖ്യത്തിലാണ്. ദശകങ്ങളായി കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ആശ്രയിച്ചിരുന്ന TDP ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കളം മാറ്റി ചവിട്ടി. BJPക്ക് സർക്കാർ രൂപീകരിക്കാൻ TDPയുടെ ആവശ്യകത വന്നതോടെ നായിഡു BJPയെ പിന്താങ്ങി. ഇതോടെ നയവും കൂറും BJPയോടായി എന്നതാണ് സത്യം. എന്നാൽ നായിഡുവിന്റെ വിരുദ്ധ നിലപാടിനെ കോൺഗ്രസ് ഒട്ടും തന്നെ ഭയക്കുന്നില്ല. 2024 ജനുവരി 20 മുതൽ കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി വീട് തോറുമുള്ള പ്രചാരണത്തിലൂടെ കോൺഗ്രസ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. അതിർത്തി സംസ്ഥാനങ്ങളായ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ INCയുടെ സമീപകാല വിജയങ്ങൾ പാർട്ടി കേഡറിനെ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. ജഗൻ റെഡ്ഡിയുടെ സഹോദരി YS ഷർമിള 2024 INCയിൽ ചേർന്നു. നിലവിൽ അതിന്റെ പ്രചാരണത്തിന് ഷർമിള നേതൃത്വം നൽകുന്നുണ്ട്. 2024 ഫെബ്രുവരി 22 അധ്യാപക നിയമനത്തിനായുള്ള DSC വിജ്ഞാപനത്തിനെതിരെ പ്രതിഷേധിച്ചതിന് APCC പ്രസിഡന്റ് YS ഷർമിളയെയും മറ്റ് 40 കോൺഗ്രസ് പ്രവർത്തകരെയും താൽക്കാലികമായി കസ്റ്റഡിയിലെടുത്തു. വീട്ടുതടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഷർമിള രാത്രി പാർട്ടി ഓഫീസിൽ ചെലവഴിച്ചതായാണ് വിവരം. പാർട്ടി അധികാരത്തിൽ വന്നാൽ ഓരോ ദരിദ്ര കുടുംബത്തിനും പ്രതിമാസം 5000 രൂപ ഗ്യാരണ്ടി ഷർമിളയും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയും ചേർന്ന് നൽകാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഉടൻ തന്നെ ആന്ധ്രാപ്രദേശിന് 10 വർഷത്തെ SCS കോൺഗ്രസ് നൽകുമെന്നാണ് ജനങ്ങൾക്കുള്ള വാഗ്ദാനം. ആന്ധ്രയിലെ കർഷകർക്ക് മതിയായ പരിരക്ഷ നൽകാത്തതും കാർഷിക മേഖലയെ തളർത്തുന്നുണ്ട്. ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കർഷകരും കോൺഗ്രസും. എന്നാൽ ആന്ധ്രയിലെ TDP ഭരണത്തിൽ ജനങ്ങൾ അസ്വസ്ഥരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.